അസ്സലാമു അലൈക്കും എവ്രിവൺ. ഞാനിന്നേ ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ട് മോട്ടിവേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ ഏജിലുള്ള സ്ത്രീകളുടെ അടുത്ത്. എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരുപാട് നല്ല കഴിവുള്ള അക്കാദമിക്കിലൊക്കെ നന്നായി പെർഫോം ചെയ്തിരുന്ന കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലേടി എന്ന് പറയുമ്പോൾ എനിക്കും വലിയ സങ്കടം തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ നന്നായിട്ട് എഫേർട്ട് ഇട്ടിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ. പക്ഷെ ഞാനൊന്നും അതിൻ്റെ പകുതി പോലും ഇട്ടിട്ടില്ല. മേ ബി ഞാനിവിടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. നാട്ടിലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കും പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടം തോന്നും അങ്ങനെ കാണുമ്പോൾ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എക്സ്പോസ്ഡ് ആയ ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ആ ഒരു സോണ് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടാർഗറ്റിലോട്ട് എത്തുക എന്നുള്ളത് ഒരു ഈസി ആയ ഒരു കാര്യമല്ല. ഓക്കെ, നല്ലൊരു കഴിവ് തന്നെ, നന്നായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മളത് ഒരിക്കലും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലല്ലോ, നമ്മളൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലല്ലോ, നമ്മൾ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യും. ഞാനിവിടെ ഇങ്ങനെ 1-2 പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളുടെ അടുത്ത്. അപ്പോൾ അവർ ശരിക്കും അവരുടെ നല്ല പ്രായങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാലോചിച്ചിട്ട് അവർക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പം തന്നെ നമ്മളെ കാര്യം ആലോചിച്ച് നോക്കും. നമ്മൾ ഈ പ്രായത്തിൽ നിന്ന് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരുപാട് കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അതെടുത്താൽ മതിയായിരുന്നു, ആ സബ്ജക്റ്റ് എടുത്താൽ മതിയായിരുന്നു, അന്നേ യൂണിവേഴ്സിറ്റി പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അന്നേ PG എടുത്താൽ മതിയായിരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ ഇത് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് നമുക്കൊന്നും ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത് ഇല്ലാതായി പോകും. അന്നേരം നമ്മൾ അതിലേറെ റെസ്പോൺസിബിലിറ്റീസിലൂടെ ആയിരിക്കും നമ്മൾ ജീവിച്ചു പോകുന്നുണ്ടായിരിക്കുക. അപ്പം നമ്മൾ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇന്ന് നമുക്ക് ഒന്നും കൂടെ ഈസിയാണ്. നമ്മുടെ മുന്നിലുള്ള ബാരിയേഴ്സൊക്കെ ഒന്നും കൂടെ അത്ര കട്ടിയുള്ളതല്ല. അതൊന്നും കൂടെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്നും കൂടെ ഈസിയായ കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് അറ്റ്മോസ്ഫിയറിലാണ് അല്ലെങ്കിൽ ഏത് എൻവയോൺമെൻറ്റിലാണോ നിങ്ങളിപ്പോൾ ഉള്ളത്, അതൊരു വിഷയമാക്കണ്ട. അത് ഇറ്റ്സ് ഓക്കെ. പക്ഷേ നിങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും വീട്ടിലിരുന്നിട്ടായാലും ചിലപ്പോൾ ചിലർക്ക് പുറത്ത് പോയിട്ടൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചോളുണ്ട് കേട്ടോ. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും സങ്കടപ്പെടും ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചില സ്ത്രീകളുണ്ട് കേട്ടോ, അവർക്ക് വീട്ടിലിരിക്കാൻ തന്നെയാണ് ഇഷ്ടം. അതിൽ പ്രശ്നമൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഓക്കെ, അതിന് വർക്ക് ചെയ്യണം എന്ന് തന്നെ ഇല്ല. പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. അവർ എന്തെങ്കിലും ചെയ്തോളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അടുത്തായിട്ട് എനിക്കിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ സ്കില്ല് ലേൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡിങ് അതെൻ്റെ എൻ്റെ ജോലിയുമായിട്ട് ഒന്നും കൂടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്കില്ലും കൂടെ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 1-2 ട്രേഡൊക്കെ എടുത്ത് ഇപ്പം നഷ്ടത്തിലാണ് കിടക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രോഫിറ്റിലോട്ട് കയറി വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത്. പുതിയ അപ്പോൾ അങ്ങനത്തെ സ്കിൽസൊക്കെ ഞാനിങ്ങനെ ലേൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. അതിന് നമ്മൾ പുറത്ത് പോവുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം അത് എപ്പോഴെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ശരിക്കും നമ്മൾ സങ്കടപ്പെടും. സോ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇനിയും നമുക്ക് അധിക സമയമില്ല. നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 60 കഴിഞ്ഞിട്ടും അച്ചീവ് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പം അതിന് അത്രയും കഴിവ് വേണം. അത് 60 കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ അവർ 30-ലെങ്കിലും അതിനുള്ള എഫേർട്ട് തുടങ്ങിയതുകൊണ്ടായിരിക്കും 60 കഴിഞ്ഞിട്ട് അവരായിട്ടുണ്ടാവുക. 60-ൽ തുടങ്ങാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറിയില്ല എത്രത്തോളം സമയം ഉണ്ടാവും എന്നുള്ളത്. സോ പ്ലീസ് ഡു ഇറ്റ്.